ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ഒരാളുടെ ലൈഫ് എക്സ്പെൻസ് എത്ര വരും എന്നാണ് ചോദിച്ച ഒരു ചോദ്യം. അപ്പോൾ ഇതിലെ ഒരു 10 പേരെടുത്തു കഴിഞ്ഞാൽ ഒരു 8 പേരുടെ കൺസേൺ ഇവിടേക്ക് വരുന്നതിനുള്ള കൺസേൺ ഇതാണ്. അതായത് നമ്മുടെ മൈഗ്രേഷൻ ബോർഡിൽ പറഞ്ഞിരിക്കുന്ന 8000 സംതിങ് ക്രോണയാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നതിനുള്ള എക്സ്പെൻസ്. അപ്പോൾ പലരും നമ്മുടെ അടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്ത് വിളിക്കുമ്പോൾ ചോദിക്കണമായിരുന്നു എൻ്റെ ഇവിടുത്തെ സ്റ്റുഡൻറ് ലൈഫ് എക്സ്പെൻസ് എത്ര വന്നു എന്നുള്ളത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇതാണ് ബെറ്റർ ടൈം, നമുക്ക് ചെയ്യാനുള്ള ടൈം. ഓക്കെ, അപ്പോൾ എൻ്റെ സ്റ്റുഡൻറ് ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. റൈറ്റ്, എൻ്റെ ഫസ്റ്റ് ഇയറത്തെ എക്സ്പെൻസ് ആണ് ഞാൻ പറയുന്നത്. കാരണം ആ സമയത്ത് ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജോലി ഇല്ലാത്ത ടൈമിലുള്ള എക്സ്പെൻസാണ് ഞാൻ പറയുന്നത്. ജോലി കിട്ടിയതിന് ശേഷം പിന്നെ എക്സ്പെൻസ് കുറച്ചുകൂടി കൂടി. ഓക്കെ, അപ്പോൾ എൻ്റെ ഇവിടുത്തെ മൊത്തം ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് വെറും 2000 to 2500 ക്രോണയായിരുന്നു ഒരു 5 വർഷങ്ങൾക്ക് പിന്നിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ എക്സ്പെൻസ് ആയിരുന്നത്. അതിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആ എക്സ്പെൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1500 ക്രോണ ഞാൻ താമസിക്കുന്ന റൂമിൻ്റെ റെൻറ്റും, ഓക്കെ, 500 ക്രോണ ഒരു എന്താ പറയുക, നമുക്കൊരു ട്രാവലിംഗ് എക്സ്പെൻസ് മന്ത്ലി പാസും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 500 ക്രോണ എന്ന് പറയുന്നത്. ഓക്കെ, 2000 ക്രോണ ഇപ്പോൾ അതിൽ എൻ്റെ ഒരു മന്ത്ലി എക്സ്പെൻസ്, ഫുഡിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വെറും 200 ക്രോണയായിരുന്നു. അതായത് എൻ്റെ ഒരു വീക്കിലി ഞാൻ സ്പെൻഡ് ചെയ്തായിരുന്നത് 50 ക്രോണ വെച്ചിട്ടായിരുന്നു ഒരു വീക്കിലി ഒരു ഫുഡിനെ സ്പെൻഡ് ചെയ്തായിരുന്നത്. പ്ലസ് ഡിപ്പെൻഡ് അപ്പോൺ എനിക്ക് കിട്ടുന്ന കുപ്പിപ്പാട്ട വക സാധനങ്ങൾ കിട്ടുന്ന ആ പൈസ, അതെപ്പോഴും ഒരേ പൈസ ആയിരിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 50 ക്രോണ ആയിരുന്നു ഒരാഴ്ചത്തെ എക്സ്പെൻസ്. 50 ക്രോണ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ഒരു ഏകദേശം ഒരു 500 രൂപ ആണ് ഒരാഴ്ചത്തെ എക്സ്പെൻസ് ആയിരുന്നത്. അപ്പോൾ ഈ ഇരിക്കുന്ന സംഭവങ്ങളാണ് ഞാൻ ഒരു വർഷം യൂസ് ചെയ്ത സംഭവങ്ങൾ. അപ്പൊ ഇത് എക്സാക്ട് സംഭവങ്ങളല്ല, ഇതിന്റെ ഒരു വില അല്ലെങ്കിൽ ഇത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ഒരു ആഴ്ചത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 50 ക്രോണയായിരുന്നു. അപ്പൊ 50 ക്രോണിന്റെ ഉള്ളില് എനിക്ക് ഒരാഴ്ച ഓടിക്കണം. അപ്പൊ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രെഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ബ്രെഡ് ഇത് എക്സാക്ട് സെയിം, ഒരു മാറ്റിയുണ്ട്. ഈ ബ്രെഡ് അന്ന് വാങ്ങുമ്പോൾ ഒരു 10-12 രൂപയാണ്. ഇപ്പൊ 14 രൂപ അടുത്തേക്കായി ഈ സംഭവത്തിന്. അപ്പോൾ 12 രൂപ ബ്രെഡിന് തന്നെയാവും. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഇത് ഈ തക്കാളിയുടെ പേസ്റ്റ്. ഇത് 4 രൂപയാണ് ഈ തക്കാളിയുടെ പേസ്റ്റിന് വരുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ പേസ്റ്റിന്റെ കൂടെ തന്നെ ഇത് സബോളയും ഇത് നമ്മുടെ ഉരുളൻകിഴങ്ങും കൂട്ടി ചേർത്തിട്ട് നമ്മൾ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് നിന്നോളും. അപ്പൊ ഈ ഒരു കറിയുടെ കോമ്പിനേഷനിൽ കൂടെ നമ്മൾ നാട്ടിൽ നിന്ന് ഞാൻ വന്നപ്പോ മറ്റേ മസാലയും കാര്യങ്ങളൊക്കെ തീർന്നായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ നൈജീരിയൻ, എൻ്റെ ഫ്രണ്ട്, നമ്മുടെ ആഫ്രിക്കൻ ഫ്രണ്ട് കാണിച്ച സംഭവമാണ്. ഇതൊരു അവര് പറയുന്ന മാഗി എന്നാണ് പറയുന്നത്. അതായത് ഒരു ക്യൂബാണ്, മസാലയുടെ ക്യൂബാണിത്. ഇതിട്ട് നല്ല മണവും നല്ല ടേസ്റ്റ് ആണ് സംഭവത്തിന്. അപ്പം ഇത് ഒരു ക്യൂബ് ഇടും. പിന്നെ ഇതിലേക്ക് ഇതേ തക്കാളി ചാറിലേക്ക് ഇട്ടിട്ട് സബോള ഇതും ഇട്ട് കഴിഞ്ഞാല് ഇത് ഇതൊരാഴ്ചക്ക് ബ്രെഡിന്റെ കൂടെയും റൈസിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അടുത്തത് ആ കൂട്ടത്തിലേക്ക് വരാനുള്ളത് പിന്നെ എഗ്ഗാണ്. ഇത് 10-40 രൂപ വരും ഒരു എഗ്ഗിന്. അപ്പൊ ഒരിക്കലും നമുക്കത് ഒറ്റയടിക്ക് വാങ്ങാൻ പറ്റില്ല. അപ്പൊ ഇത് എപ്പോഴും എഗ്ഗൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കൊരു പൈസ കുറച്ചിടും ഇവര്. എക്സ്പയറി ഡേറ്റ് കഴിയാൻ പോകുന്ന സമയത്ത് ഇത് 20 രൂപ അല്ലെങ്കിൽ 18 രൂപയൊക്കെ ആയിട്ട് കുറച്ചിടും. ആ സമയത്താണ് ഇങ്ങനത്തെ എഗ്ഗൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത്. അപ്പൊ എഗ്ഗ് എപ്പോഴും നമ്മുടെ ഇതിലുള്ള ലിസ്റ്റിൽ ഉണ്ടാവുന്നതല്ല. ഓക്കെ, പിന്നെ ഉള്ളത് വരുന്നത് മെയിൻ ആയിട്ട് വരുന്നത് ഈ ബ്രെഡിന്റെ കൂടെ എപ്പോഴും രാവിലെ കഴിക്കാനുള്ളത് ജാമാണ്. ഇപ്പൊ ഇത് 8 രൂപ 9 രൂപയായിരുന്നു അന്ന് ജാമിന് ഉള്ളത്. അപ്പൊ ഇത് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ട് വരുന്നതാണ്. പിന്നെ ഉള്ളത് നമുക്ക് റൈസാണ്. അപ്പൊ ഈ റൈസ് നമുക്ക് എല്ലാ ആഴ്ച നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഒരു 2 കിലോന്റെ പാക്കറ്റ്, ഇതിപ്പോ ബാസ്മതി റൈസിന് വില കൂടുതലാണ്. ബാസ്മതി റൈസ് ഞാൻ വാങ്ങാറില്ല. പ്രീ ബോയിൽഡ് റൈസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഞാൻ വാങ്ങുന്ന സമയത്ത് 18 രൂപയായിരുന്നു അതിന്റെ വില. അപ്പൊ ഇതൊരു 2 കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ മിനിമം എങ്ങനെ പോയാലും ഒരു 2 ആഴ്ചയെങ്കിലും ഓടിക്കോളും അത്. കാരണം മിക്ക സമയത്തും ഞാൻ ഉച്ച ടൈമിലൊന്നും ഞാൻ മിക്കതും ഹോസ്റ്റലിൽ ഉണ്ടാവാറില്ല, ഡോമിൽ ഉണ്ടാവും. കാരണം ജോലി അന്വേഷിക്കും കാര്യങ്ങൾ പോകുമ്പോൾ ഉച്ചത്തെ ഭക്ഷണം നമുക്ക് എപ്പോഴും, അപ്പൊ ഉച്ചക്കുള്ളത് നമ്മളൊരു
ബ്രെഡ് അല്ലെങ്കിൽ ഒരു ടോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ബാഗിൽ വെച്ച് ഞാൻ പോകും. അത് അപ്പൊ എപ്പോഴും ഈ റൈസിനും ഒരു സംഭവം ഉണ്ടാവില്ല. അപ്പോൾ റൈസ് അധികം നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ടൈമിൽ മാത്രമേ ഉച്ചക്കുള്ള ഭക്ഷണത്തിന് ആവശ്യം വരുള്ളൂ. അപ്പൊ പിന്നെയുള്ളത് ഈ വീറ്റമോൾ എന്ന് പറയും, നമ്മുടെ ഇവിടെ നാട്ടിലത്തെ മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ടൈം. എനിക്ക് അറിയില്ല സംഭവം. ഇത് വെച്ചിട്ട് രാത്രി എപ്പോഴും അല്ല, ഇടയ്ക്ക് നമ്മള് മിക്കതും ചപ്പാത്തി ഉണ്ടാക്കാറുണ്ട്. അതായത് വീക്കെൻഡുകളിലെ കൂടുതൽ അങ്ങനെ ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇതിന് 8 രൂപയുടെ അടുത്തേക്കാണ് ഞാൻ വാങ്ങുന്ന ടൈമില് ഇതിനുണ്ടായിരുന്നത് വീറ്റമോള്. അപ്പൊ ഇത് എടുത്താലും നമ്മൾ എല്ലാ വീക്കെൻഡിലും അതേപോലെ ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് ഇതൊന്നുമില്ല. അപ്പൊ ഇതിനും എല്ലാ ആഴ്ചക്കും ഇതില്ല. ഒരിക്കൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 2-3 ആഴ്ച ഓടിക്കോളും. പിന്നെ എല്ലാ വീക്കെൻഡിലും മെയിൻ ആയിട്ട് ചെലവ് വരുന്ന സംഭവം നൈറ്റിലെ ഈ സംഭവമാണ്. ഞാൻ ഇത് UK പഠിച്ചൊരു സംഭവമാണ്. ഇത് നമ്മൾ എന്താ പറയണത്, ഫ്രഞ്ച് ഫ്രൈസ് എന്നാണ് പറയുന്നത് സംഭവം. അപ്പൊ ഇത് നമ്മൾ നേരെ ഓവനിൽ കയറ്റി വെച്ച് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇതിന് മുകളിൽ ഇത്തിരി ഉപ്പും ഇതൊക്കെ വെതറി കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ നമുക്ക് നല്ല രസമാണ്. അപ്പൊ ഒരു സംഭവം ഞാൻ മറന്നു, കോള ഉണ്ട്. അത് ഇതേപോലെ തന്നെ 8 രൂപയ്ക്ക് നമ്മൾ ബില്ലിസിന്റെ ഒരു കോളയുണ്ട്, അത് കിട്ടും നമുക്ക്. അപ്പൊ അതും ഇതും കൂടിയാണ് രാത്രി നമ്മൾ കഴിക്കാറ്. ഇത് മിക്കതും ഒരു 2-3 ആഴ്ച മിക്കതും ഇത് പൊക്കോളും. കാരണം ഇത് 2 കിലോന്റെ അടുത്തേക്ക് ഉണ്ട്. അപ്പൊ ഇത് ഒരുപാട് പെട്ടെന്ന് കഴിക്കില്ല. പക്ഷെ ഇടയ്ക്ക് എങ്ങാനും ഉച്ചയ്ക്ക് കഴിക്കാൻ തോന്നിയാൽ എടുത്ത് കഴിക്കും. ഓക്കെ, പിന്നെ വരുന്നത് ഫ്രൂട്ട് ഒരിക്കലും ഞാൻ ഇതിൽ കൂട്ടില്ല. കാരണം നമ്മൾ പുറത്തുനിന്ന് നമുക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, ആപ്പിളും ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് പറിച്ച് കഴിക്കാൻ പറ്റും. അപ്പൊ ഫ്രൂട്ട് ഇതേപോലെ എവിടെയെങ്കിലും അന്വേഷിച്ച് നടക്കുന്ന സമയത്ത്, പുറത്തൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു കവറിലിട്ടിട്ട് നമ്മളത് എടുത്തു കൊണ്ടുവരും. അപ്പൊ ഫ്രൂട്ട് നമ്മുടെ എക്സ്പെൻസിൽ കയറി വരില്ല. പിന്നെ ഉള്ളത് എനിക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ക്രേവിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഷുഗറിനോട് ഭയങ്കര ക്രേവിങ് ആയിരുന്നു. അപ്പൊ ചെന്ന സമയത്ത് എനിക്കൊരു മിഠായി വാങ്ങാൻ ഒരു 10-15 ക്രോണയുടെ മിനിമം കൊടുക്കേണ്ടി വരുന്നായിരുന്നു. ആ സമയത്ത് നോക്കിയപ്പോ എനിക്ക് അറിയില്ലായിരുന്നു, പക്ഷെ അതിന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അവിടെ ഹോസ്റ്റലിലെ ഷുഗറും ഫ്രീ ആണ്. നമുക്ക് ഷുഗറും കോഫിയും ഫ്രീ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഫ്രീ ആണ്. അപ്പൊ അത് ഷുഗർ ഇടയ്ക്കെടുത്ത് വായിൽ കൊടുത്തിടാണ് പരിപാടിയായിരുന്നു. പിന്നെ ഈ സൂപ്പർ മാർക്കറ്റുകൾ കയറി നടന്നപ്പോഴാണ് അറിഞ്ഞത്, ഇവിടെ UK പോയപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സംഭവം. അതിന്റെ പേരാണ് ഡോണട്ട് എന്ന് പറയും. അതായത് ഇതൊരു നമ്മുടെ നാട്ടിലത്തെ വട പോലെ സംഭവമാണ്, നമ്മുടെ ഉഴുന്നുവടയില്ലേ. അപ്പൊ അതേപോലെ സംഭവത്തിന് മുകളിൽ ഇവിടെ ഉണ്ട് ഐസിങ് ഇട്ടിരിക്കണം അവര്. ഇത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഇത് പല വെറൈറ്റികളിലുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളില് ഫില്ലിങ് ചെയ്ത് വരുന്ന ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് അത്. ഇത് നല്ല ടേസ്റ്റ്, നല്ല ഷുഗറിയാണ് സംഭവം. ഇതിവിടെ ഒരുവിധം ഒരുപാട് ആൾക്കാർ കഴിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പം ഇത് നമ്മള് വീക്ക് ഡേയ്സിൽ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന് 4 എണ്ണത്തിന് 27-30 ക്രോണിന്റെ അടുത്തേക്ക് കൊടുക്കണമായിരുന്നു. പക്ഷെ ഇത് എക്സ്പയറി ഡേറ്റ് പോണ സമയത്ത്, അതായത് വീക്കെൻഡുകളിൽ നമ്മളൊരു 6 മണി സമയത്തൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാധനം 4 എണ്ണത്തിന് 10 രൂപയ്ക്ക് നമുക്ക് കിട്ടും. കാരണം ഒന്നെങ്കിൽ അത് സ്ക്വിഷ് ചെയ്ത് പോയി എടുക്കുന്ന സമയത്ത് ആൾക്കാർ സ്ക്വിഷ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഡേറ്റ് തീർന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ഐസിങ് കുറച്ച് ഒലിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് അവര് വില കുറച്ചിടും. അപ്പൊ ആ സമയത്ത് ഞങ്ങളിത് പോയിട്ട്, ഞാനും ആഫ്രിക്കൻ ഫ്രണ്ടും പോയിട്ട് നമ്മളിത് വാങ്ങും, ഷെയർ ചെയ്ത് വാങ്ങും. ചിലപ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങും. അപ്പൊ ഇത്രയുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതായിരുന്നു എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ. ഒരു വർഷത്തോളം ഇത് തന്നെയായിരുന്നു. നമ്മൾ രാവിലെ ബ്രെഡ്, ഉച്ചയ്ക്ക് ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ ഉച്ചയ്ക്കും ബ്രെഡ്. പിന്നെ ഒരു കാര്യം കൂടി മറന്നുപോയി. മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇതാണ്, ബിസ്ക്കറ്റ്. ഇത് ഞാൻ ഇപ്പൊ വാങ്ങിച്ചില്ല. ഇതിന്റെ ഒരു വലിയ പാക്കറ്റ് ഉണ്ട്. അതൊരു 16 ക്രോണയായിരുന്നു തോന്നുന്നു അന്ന്. അത് 12 ക്രോണ 16 ക്രോണ ഉണ്ടാകുന്നു. കാരണം ഇതിന്റെ തന്നെ ഇത്രയും ഹൈറ്റില്, ഇത്രയും എണ്ണത്തില് 3 ഉണ്ടായിരിക്കും. അപ്പൊ ഇത് വാങ്ങിച്ചു കഴിഞ്ഞാല് എങ്ങനെ പോയാലും ഒരു മാസത്തേക്ക് അടുത്തേക്ക് പൊക്കോളും. ഇത് ഒരുപാടുണ്ടായിരുന്നു കഴിക്കാൻ. ഇപ്പൊ പിന്നെ അത് വാങ്ങല് നിർത്തി. ഇപ്പൊ ഞാൻ നമ്മുടെ വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് കണ്ടപ്പോ പഴയ ഓർമ്മ ഒന്ന് പുതുക്കാൻ വേണ്ടി വാങ്ങിയതുള്ളൂ. അപ്പൊ ഇപ്പൊ ബിസ്ക്കറ്റും ഇതായിരുന്നു മെയിൻ സംഭവം. പിന്നെ അതേപോലെ നമ്മുടെ കൂടെ ഉള്ള ഫ്രണ്ട്സുകൾ ചിലപ്പോൾ പോയിട്ട് വല്ലതും വരുമ്പോ സമയത്ത് നമ്മുടെ അടുത്ത് ചോദിക്കും വേണോ. അപ്പൊ പിന്നെ അവരിൽ നിന്ന് വല്ലതും കിട്ടുന്നത് വാങ്ങി വെക്കും. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒരു വർഷത്തോളം എന്റെ എക്സ്പെൻസ് എന്ന് പറയാം. അപ്പൊ ഇതിപ്പോ നമ്മൾ നോക്കിയാൽ അറിയാം, മെയിൻ ആയിട്ട് നമുക്ക് എല്ലാ ആഴ്ചയും ചെലവ് വരുന്ന സംഭവം ബ്രെഡാണ്. ഈ ബ്രെഡിനാണ് നമ്മുടെ എല്ലാ ആഴ്ചയും നമുക്ക് മെയിൻ ചെലവ് വരുന്നത്.
ബാക്കിയെല്ലാം നമുക്ക് അടുത്ത ആഴ്ചക്ക് നമ്മൾ കുറച്ച് വാങ്ങിയാലോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചക്ക് നമുക്ക് നീക്കി വെക്കാവുന്ന ഓപ്ഷൻസുകളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ നോൺ വെജിന്റെ കാര്യം, നോൺ വെജ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കട്ട് ചെയ്ത് കഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ നോൺ വെജ് വാങ്ങാറില്ല. പിന്നെ വാങ്ങണത് എങ്ങനെയാ വെച്ചെങ്കിൽ നമ്മുടെ ആഫ്രിക്കൻ ഫ്രണ്ട് ഞാനും മൂപ്പരും കൂടി ഷെയർ ചെയ്തിട്ട് മൂപ്പരാണ് എല്ലാം വെച്ച് തരാറ്. പിന്നെ അപ്പൊ സബോള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കൊടുക്കും, അപ്പൊ ആള് ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഷെയർ ചെയ്തിട്ടാണ് അത് നോൺ വെജ് കഴിച്ചായിരുന്നത്. പിന്നെ അതുപോലെ എഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും വാങ്ങാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. വാങ്ങി കഴിഞ്ഞാൽ ഇതൊരു 10-15-20 എണ്ണത്തിന്റെ അടുത്തേക്കൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിയിട്ട് അത് ഹാഫ് മുറിച്ച് ഒരു 3 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്ക് ഒരാളുണ്ട്. കാരണം ഒരു ദിവസം ഒരു എഗ് വെച്ച് കഴിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മുമ്പേ തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു എക്സാക്ട് സംഭവമല്ല, നമ്മളൊരു ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് ചില ആഴ്ചകളിൽ ചിലപ്പോൾ അത് 80-100 ക്രോണയാവും, മറ്റേ ആഴ്ച ചിലപ്പോൾ അത് നേരെ തിരിഞ്ഞ് 20 ക്രോണയോ അതിന്റെ കുറവ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ ഒരു മാക്സിമം എന്റെ ഒരു എക്സ്പെൻസ് ഓൾ അറൗണ്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തെ എന്റെ 200 ക്രോണയാണ് എന്റെ ഫുഡിന് വേണ്ടി ഞാൻ യൂസ്. ചിലപ്പോൾ കുറച്ചുകൂടി കൂടാറുണ്ട്. അത് പാന്റ് പുറത്തുനിന്ന് നമുക്ക് കളക്ട് ചെയ്ത് കിട്ടണം, അതായത് കുപ്പികള് പുറത്തുനിന്ന് കളക്ട് ചെയ്ത് കിട്ടുമ്പോൾ കുറച്ച് എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞ് വെക്കും. അപ്പൊ പിന്നെ കഴിക്കാനും കാര്യങ്ങൾക്ക് പിന്നെ ആ സമയത്ത് പിന്നെ ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ. പിന്നെ മറ്റൊരു എക്സ്പെൻസ് എനിക്ക് കൂടുതൽ വന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ ഹെയർ കട്ടിന് വേണ്ടിയായിരുന്നു. ഇവിടെ ഒരു മിനിമം ഹെയർ കട്ടിന് 150 ക്രോണയാണ് നമ്മൾ ഒരു സാധാരണ ഒരു ബാർബർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത്. അവിടെ എന്നും സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി സ്റ്റുഡൻ്റ് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മൂപ്പര് എന്താ പറയുക പൈസ വാങ്ങാതെ, അപ്പോൾ 1-2 പ്രാവശ്യം ഞാൻ പിന്നെ അങ്ങോട്ട് പോയുള്ളൂ. അതിൻ്റെ ശേഷം പിന്നെ ഒരു മടിയായിരുന്നു, പൈസ കൊടുക്കാതെ മുടി വെട്ടാൻ ഉള്ള ഒരു ഇത് കൊണ്ട് മടിയായതുകൊണ്ട് പോകാനൊരു മടിയായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ കണ്ടെത്തിയൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരു ആഫ്രിക്കക്കാരുണ്ടായിരുന്നു പറഞ്ഞില്ല, എൻ്റെ ആഫ്രിക്കൻ ഫ്രണ്ട് ഒരു നൈജീരിയക്കാരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഓൾറെഡി മുടിയില്ല, അപ്പോൾ ആൾ ഓൾറെഡി മുടി ഷേവ് ചെയ്യും. അപ്പം ഞാൻ കരുതി എന്നാൽ അതായിരുന്നു ഒരു ബെറ്റർ ഓപ്ഷൻ. കാരണം എന്തായാലും പിന്നെ മുടി വലുതാവും, ഒരു 3-4 മാസങ്ങൾ കഴിയേണ്ടി വരും എന്തായാലും. അപ്പോൾ അത്രയും നമുക്ക് ആ പൈസ നമുക്ക് ഹോൾഡ് ചെയ്യാമല്ലോ. അപ്പോൾ ആ പിക്ചറാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഞാനും മൂപ്പരും കൂടി മുടി ഷേവ് ചെയ്ത് എടുത്ത് കളഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു എന്താ പറയുക ഹെയർ കട്ടിൻ്റെ ഒരു എക്സ്പെൻസ് ഞാൻ മീറ്റ് ചെയ്തായിരുന്നത്. പിന്നെ വേറെ ഒന്നുള്ളത്, നമ്മൾ എല്ലാ വീക്കെൻഡുകളിലും ഓരോ സൂപ്പർ മാർക്കറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമ്മൾ പോയി കയറി ചെല്ലുക. കാരണം അവിടെയൊക്കെ എല്ലാ സമയത്തും, കാരണം വീക്കെൻഡ് ആകുമ്പോഴേക്കും എല്ലാ സാധനങ്ങളിലും അവർ അടുത്ത തിങ്കളാഴ്ച ആകുമ്പോഴേക്കും നാശമായി പോകുന്ന സംഭവങ്ങൾ അവർക്ക് പുതിയത് ഓർഡർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെല്ലാം വിലക്കുറവിനിടും. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ എക്സ്പെൻസ് കുറച്ച് കുറയ്ക്കാൻ പറ്റും. പിന്നെ ട്രാവലിങ്ങിന് എപ്പോഴും ഞാൻ ആദ്യം എനിക്കറിയില്ലായിരുന്നു, ഇവിടെ വരുമ്പോൾ നമ്മൾ ട്രാവലിങ്ങിന് എപ്പോഴും നമ്മൾ ഇൻഡിവിജ്വൽ പാസുകൾ ഓരോ ടിക്കറ്റ് ഞാൻ എടുത്തായിരുന്നുള്ളൂ. അപ്പോൾ ഓരോ ടിക്കറ്റ് എടുക്കുമ്പോഴും 1-2 മണിക്കൂറിനുള്ള അപ്പ് ആൻഡ് ഡൗൺ ഫ്രീ ആണ്. അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എടുത്തായിരുന്ന ഒരു മന്ത്ലി പാസ്സാണ്. ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും മനസ്സിലായി മന്ത്ലി പാസ്സാണ് കുറച്ചും ലാഭം. കാരണം എന്നും ഞാൻ പുറത്തേക്ക് പോയി ട്രാവൽ ചെയ്ത് ജോലി അന്വേഷിക്കാൻ പോകേണ്ടതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മന്ത്ലി പാസുകൾ എടുക്കാൻ നോക്കുക എപ്പോഴും. അതും 1-2 സോണുകൾ കൂടുതലുള്ള എടുക്കാൻ നോക്കുക എപ്പോഴും. കാരണം നമ്മൾ എപ്പോഴും ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം പോകണമെങ്കിൽ നമ്മൾ എടുക്കുന്നത് നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ജോലി അന്വേഷിക്കാതെ എപ്പോഴും നിങ്ങൾ പുറത്തേക്ക് പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു മന്ത്ലി പാസ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ നമുക്ക് ട്രാവലിങ്ങിന്. അതും നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ കുറച്ച് രീതിയിൽ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, കാരണം നാട്ടിൽ നിന്ന് വരുന്ന സമയത്താണ് പലർക്കും ഈ കൺസേൺ ഉള്ളത്. ഇവിടെ വന്നതിൻ്റെ ശേഷം പിന്നെ ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ എത്ര പൈസ നമുക്ക് ചിലവാക്കണം എന്നുള്ളതിനല്ല നമുക്ക് ആയുള്ളത്, നമ്മൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അതേപോലെ കൂടുതൽ നമ്മൾ വേറെ ചിന്തിക്കേണ്ടത് ബി റിസോഴ്സ്ഫുൾ കൂടി ആവുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 1500 ക്രോണ മാസം റെൻറ്റ് അടക്കണത് ഞാൻ അവിടുത്തെ എന്താ പറയുക കീ എപ്പോഴും പിള്ളേരെ മറന്നു വെക്കും. അവിടെ ഒരു ഇങ്ങനെ കീ നമ്മൾ ടാപ്പ് ചെയ്ത് തുറക്കുന്ന കീ ആണ്. ഇപ്പോൾ റൂമിൽ വെച്ചിട്ട് അത് പുറത്ത് പോയി നമ്മൾ ലോക്ക് ഓപ്പൺ ആക്കി വെക്കാതെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഡോറ് ലോക്കാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ മെയിൻ ആൾ വന്നിട്ട് നമുക്ക് തുറന്നു തരണം. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ മെയിൻ മാസ്റ്റർ കീ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും ഞാനാണ് കൂടുതൽ ടൈമിൽ ആ സമയത്ത് അവിടെയൊക്കെ ഉണ്ടാവാറുള്ളത്. ഞാൻ പറഞ്ഞു ഞാനത് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് 1500 ഉള്ള റെൻറ്റിൽ നിന്ന് ഞങ്ങൾ 500 രൂപ കുറച്ച് തരാമെന്ന് പറഞ്ഞു അവർ.
ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഇതേപോലെ നമ്മൾ റിസോഴ്സ്ഫുൾ ആവും. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ കുപ്പി പറക്കണത്, ഓക്കെ, അതൊരു റിസോഴ്സ്ഫുൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാരണം അതൊരു തെറ്റായ ജോബാണെന്നോ അല്ലെങ്കിൽ നമുക്കൊരു ചമ്മലാണെന്നൊന്നും വിചാരിക്കും. നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഓക്കെ, അതൊരു നല്ലൊരു ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇതേപോലെ റിസോഴ്സ്ഫുൾ ആവുക. നമ്മുടെ സറൗണ്ടിങ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമുക്ക് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കേണ്ട ഓപ്ഷൻ ഉണ്ടായിരിക്കുള്ളൂ ചിലപ്പോൾ ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കുക, അടുത്ത് ചോദിക്കുക. പോവുകയാണെങ്കിൽ ഒരു വാക്കാണ്, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുറച്ച് പൈസ സേവ് ചെയ്യാനും പറ്റും. ഓക്കെ, പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ നോൺ വെജിൻ്റെ കാര്യത്തിലായിരുന്നു. കാരണം നോൺ വെജ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പക്ഷെ നോൺ വെജ് അന്ന് വാങ്ങാൻ എല്ലാ ആഴ്ചയും വാങ്ങി കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല, അറിയാലോ. അപ്പോൾ ഞാൻ എന്താ വെച്ചെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാലും അത് കട്ട് ചെയ്യാൻ മനസ്സിനൊരു പ്രയാസമാണ്. ചിക്കനോ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യാൻ മനസ്സിന് പ്രയാസം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നൈജീരിയൻ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് അവനെ ഞാനും കൂടിയിട്ട് 20 രൂപ ഷെയർ ചെയ്തിട്ട് ചിക്കൻ വാങ്ങും. എന്നിട്ട് അവൻ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്യും. നമ്മൾ സബോളയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് അതിന് പകുതി ഞാനെടുക്കും, പകുതി ആളെടുക്കും. അപ്പോൾ അങ്ങനെ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് ഒരാഴ്ചയ്ക്ക് ഉണ്ടാക്കി വയ്ക്കും നമ്മൾ. അപ്പോൾ പിന്നെ നമ്മൾ ബ്രെഡ് ആണ് അതിൻ്റെ മെയിനായിട്ട് കഴിക്കുന്ന സംഭവം. പിന്നെ ബ്രെഡോ ചോറോ ആണ് അതിൻ്റെ മെയിനായിട്ട് കഴിക്കുന്ന സംഭവം. ഇപ്പോൾ ഇങ്ങനെ ചിക്കനൊക്കെ ഇങ്ങനെ ഒരു ടൈം കഴിയുമ്പോഴേക്കും മറ്റേ പൈസ അവർ കുറച്ചിടും. അപ്പോൾ ആ സമയത്തൊക്കെ പോയി നമുക്ക് എടുക്കാൻ വാങ്ങി വെക്കുക, അല്ലെങ്കിൽ ഫ്രീസറിൽ കയറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 30-40 ക്രോണയൊക്കെയാന്ന് തോന്നുന്നു 1 കിലോനെ വരുന്നത് ഇപ്പോൾ. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ വേറൊരു രീതിയിൽ ഞാൻ ചെയ്തിരുന്നത് വെച്ചെങ്കിൽ, കാരണം മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് കൊളീഗ്സ് പഠിച്ചായിരുന്നു. അപ്പോൾ അവർ ഒരിക്കൽ എന്തെങ്കിലും ഫുഡിൻ്റെ സംഭവങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പം യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ മറന്നു പോകും. അപ്പോൾ അവർ എപ്പോഴും ഫ്രീസറിൽ കയറ്റിക്കും. പിന്നെ ഡേറ്റ് കഴിയുന്ന സമയമാകുമ്പോൾ അതെടുത്ത് സാധാരണ കളയാറുണ്ട് പരിപാടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചെങ്കിൽ അത് കളയാനായിട്ട് അവർ 1-2 പ്രാവശ്യം ഞാൻ കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാനത് യൂസ് ചെയ്തോട്ടേന്ന് ചോദിച്ചപ്പോൾ മിക്ക ടൈമിലും അവർ ഓക്കെ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ കാരണം അവർക്ക് പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് പിന്നെ അവർ ഒരിക്കലും പിന്നെ അത് എടുത്ത് യൂസ് ചെയ്യാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരു റിസോഴ്സ്ഫുൾ ആവാം നമുക്ക്. ഓക്കെ, ഇത് മാത്രമല്ല, ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസുകൾ അപ്പം അറിയണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിയുമ്പോഴാണ് നമുക്ക് അറിയണം, ഓക്കെ, കാരണം പാസ്തയൊക്കെ അന്ന് അങ്ങനെ യൂസ് ചെയ്തായിരുന്നില്ല അധികം. ലസാനി, പിന്നെ അങ്ങനെ പറഞ്ഞ പൊട്ടറ്റോ ഗ്രാറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ 10-20 ക്രോണയ്ക്ക് നമുക്ക് കിട്ടും. പക്ഷെ ആ സമയത്ത് അതൊന്നും ഉണ്ടെങ്കിലും വാങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് ഇതിനെ കുറിച്ചിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്കത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്നതിൻ്റെ ശേഷം അതിനെ കംപ്ലൈൻറ്റ് ഞാൻ പറയണത് കേട്ടിട്ടില്ല. പിന്നെ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താ ഞാൻ പറയുള്ളൂ, നമുക്ക് കുട്ടികളൊക്കെ വരുമ്പോൾ ഇങ്ങനെ നമുക്കൊരു പക്ഷേ ആക്കാൻ പറ്റൊന്നും വരില്ല. അപ്പോൾ അതിനെ നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് ഈ ഫർണിച്ചറോ ഒക്കെ ഇടയ്ക്ക് നമ്മൾ ബെഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുവിധം സെക്കൻഡ് ഹാൻഡ് ഷോപ്പുകളോ അങ്ങനത്തെ റെഡ് ക്രോസിൻ്റെ ഷോപ്പുകൾ യൂസ് ചെയ്യാൻ നോക്കുക. ടോബിങ് കുഞ്ഞ് വന്ന ടൈമിൽ ഞങ്ങളുടെ ഒരു മന്ത്ലി ഫുഡിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 1000-1500 ക്രോണയായിരുന്നു ഞങ്ങളുടെ ഫുഡിൻ്റെ എക്സ്പെൻസ് മാത്രമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീടിന് എത്രയായിരുന്നു അന്ന് 2500-3500 ക്രോൺ. അപ്പോൾ ഒരു 5000-6000 ക്രോണിൻ്റെ ഉള്ളിൽ നമുക്ക് അന്നെല്ലാം തീർന്നായിരുന്നു. ഫസ്റ്റ് എനിക്കും എൻ്റെ ആഫ്രിക്കൻ ഫ്രണ്ടിനും ജോലിയിൽ നോക്കുമ്പോൾ ആൾക്കാണ് ആദ്യം ജോലി കിട്ടിയത്. അപ്പോൾ കുറച്ച് പിന്നൊക്കെ മൂപ്പര് എൻ്റെ എക്സ്പെൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തായിരുന്നു. മൂപ്പര് ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ എന്നെ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഞാനും ഷെയർ ചെയ്തായിരുന്നു ആദ്യത്തെ ടൈമിലൊക്കെ, ചെല്ലുന്ന ടൈമിലൊക്കെ ഞങ്ങൾ. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു കമ്പാനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾ പല അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ കുറച്ചും കൂടി നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് വറി ചെയ്യാതെ, ഓക്കെ, ഇവിടുത്തെ മെയിനായിട്ട് വറി ചെയ്യേണ്ട ആവശ്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വിസ കിട്ടാനുള്ള പരിപാടി നോക്കുക. ഇവിടെ വന്നതിന് ശേഷം നമ്മളൊരു ഫുൾ ടൈം ജോലി നമുക്ക് കിട്ടാനുള്ള നോക്കുക. ഇത് രണ്ടും മെയിനാണ്. അത് കിട്ടണമെന്ന് വെച്ചാൽ 30 ക്രെഡിറ്റും വേണം. അപ്പോൾ നമുക്ക് ഇവിടേക്ക് വിസ കിട്ടുന്നതും 30 ക്രെഡിറ്റും ഇവിടെ ജോലി കിട്ടാനുള്ള ഫുൾ ടൈം ജോലി കിട്ടാനുള്ള ഒരു ഓപ്ഷനും കൂടി നോക്കുക. ഇതിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് നിങ്ങൾ വറി ചെയ്യേണ്ടത്. ഓക്കെ, ബാക്കി നിങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യും. ഇവിടെ വരുന്നതിൻ്റെ മുമ്പുള്ളൊരു ടെൻഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും ഇവിടെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അധികം വലിച്ചു നീട്ടണില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുവരെ ഗുഡ് ബൈ ഫ്രം റിൻ കുഞ്ഞു, ലെക്സി ആൻഡ് ടോബി. ബൈ.